ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ. ഇന്ന് കഥകൾ വായിക്കുന്നത് ഒരു ഫോറസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബീജമൊക്കെ കുറച്ച് നാച്ചുറലായിരിക്കും. എല്ലാവരും ക്ഷമിക്കാം. നോവലിലേക്ക് പോയാലോ. ഓർവോൺ പാലസ്, അധ്യായം 9. കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വന്ന ഷെയ്ൻ കണ്ടത് അൽവാരിസ് പിടഞ്ഞു മരിക്കുന്നതും ബോസിസ് ഒരു ഭ്രാന്തനെ പോലെ നോക്കി നിൽക്കുന്നതുമാണ്. അപ്പോഴയാൾ അവരുടെ 100 മീറ്റർ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. ബോസിസ് അലറുന്നത് ഷെയ്ൻ കേട്ടു. തുടരെ 4 തവണ വെടിപൊട്ടുന്നതും ബോസിസ് പിന്നിലേക്ക് മറിയുന്നതും ഓക്കുവൃക്ഷത്തിൻ്റെ മറവിൽ നിന്നും കറുത്ത വസ്ത്രങ്ങളും ശിരോവസ്ത്രവും ധരിച്ച ഒരു മുഖംമൂടി ഓടി മറിയുന്നതും ഷെയ്നിൻ്റെ കണ്ണിൽപ്പെട്ടു. ഷെയ്ൻ ഞാളിൽ നിന്നും തൊടുത്തുവിട്ട ശരം പോലെ അങ്ങോട്ട് പാഞ്ഞു. ഷെയ്നിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി മുഖംമൂടി അതിവേഗം പാഞ്ഞു. ഓക്കുവൃക്ഷത്തിനിടയിലൂടെ ഓടിമറിയുന്ന അയാളുടെ നേർക്ക് ഷെയ്നിൻ്റെ റൈഫിൾ പലതവണ ഗർജിച്ചു. പക്ഷേ വൃക്ഷങ്ങൾ മുഖംമൂടിയെ രക്ഷിച്ചു. അയാളെ പിന്തുടർന്ന് ഓടുന്നതിനിടയിൽ ഷെയ്ൻ വീണ്ടും റൈഫിൾ ലോഡ് ചെയ്തു. മുഖംമൂടി അതിവിദഗ്ധനായ ഒരു മുയലിൻ്റെ വേഗത്തിലും കുറുക്കൻ്റെ കൗശലത്തോടും കൂടി മരങ്ങൾക്കിടയിലൂടെ വെട്ടിച്ച് ഓടുകയാണ്. ഷെയ്ൻ വെടിവെട്ടിക്കുമ്പോഴൊക്കെ അയാൾ കുട്ടിക്കരണം മറഞ്ഞു വീഴുകയും വീണ്ടും എണീറ്റ് ഓടുകയും ചെയ്തു. അയാളുടെ ലക്ഷ്യം ഓർവാണിലേക്കായിരുന്നു. വെടിശബ്ദങ്ങളും അലർച്ചകളും കേട്ട് ഓർവാണിൻ്റെ മന്ദിരത്തിലുണ്ടായിരുന്നവർ മുറ്റത്തിറങ്ങി നോക്കി നിൽക്കുകയായിരുന്നു. ആ മുഖംമൂടി ഗേറ്റ് കടന്ന് തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നത് അവർ കണ്ടു. പിന്നാലെ ഷെയ്നുമുണ്ട്. പ്ലാറ്റേണിന് പ്ലിസ്റ്റർ എടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് മുഖംമൂടി വിശാലമായ നീന്തൽക്കുളത്തിലേക്ക് കുതിച്ചു. വലിയൊരു ശബ്ദത്തോടെ അയാൾ അഗാധതയിലേക്ക് ഊളിയിട്ടുപോയി. തൊട്ടു പിന്നാലെ പാഞ്ഞെത്തിയ ഷെയ്ൻ റൈഫിൾ വലിച്ചെറിഞ്ഞ് കുളത്തിലേക്ക് കുതിച്ചു. ഷെയ്ൻ അടിത്തട്ടിലേക്ക് ഊളിയിട്ടു. അടിയിൽ നിന്നും കുമിളകൾ ഉയർന്നു വരുന്നുണ്ട്. കുളത്തിൻ്റെ അടിയിലെത്താൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞിരുന്നില്ല. ആഴമേറിയ കുളമാണ്. പായൽ നിറഞ്ഞു കിടക്കുന്നു. ശ്വാസം മുട്ടിത്തുടങ്ങിയപ്പോൾ അയാൾ മുകളിലേക്ക് വരുന്ന ഒരു വിധത്തിൽ മുകൾ പരപ്പിലെത്തി നീന്തി കരയ്ക്ക് കയറി. അയാൾ തീരെ അവശനായിരുന്നു. ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടി. വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 15 മിനിറ്റോളം കുളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഷെയ്ൻ അവിടെ നിന്നു. എന്താണുണ്ടായെന്നറിയാൻ മറ്റുള്ളവർ പകച്ചു നിൽക്കുകയാണ്. കുളത്തിലേക്ക് ചാടി മറഞ്ഞ മനുഷ്യൻ ഇനി പൊങ്ങി വരാൻ പോകുന്നില്ലെന്ന് അയാൾക്ക് തീർച്ചയായി. അയാൾ തിരിഞ്ഞു ചുറ്റും നിൽക്കുന്നവരെ നോക്കി. ഷെയ്ൻ കുളത്തിൻ്റെ കരയിലേക്കും നിൽക്കുന്നവരുടെ മുഖത്തേക്ക് മാറി നോക്കിക്കൊണ്ട് ഏതാനും മിനിറ്റുകൾ കൂടി അവിടെ നിന്നു. മോഷിയർ അവിടെ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. അയാൾ ഇതുവരെ ഉണർന്നിട്ടില്ല, ഡോക്ടർ പറഞ്ഞു. ഉണർന്നില്ലേ? എങ്കിൽ ഞാൻ ഉണർത്താം. അയാൾ മന്ദിരത്തിനുള്ളിലേക്ക് ഓടി. മറ്റുള്ളവർ ഷെയ്നിൻ്റെ പിന്നാലെ ഓടി. ഇടനാഴിയിലൂടെ പായുന്നതിലൂടെ ഷെയ്ൻ പിറുവിറുത്തുകൊണ്ടിരുന്നു. അയാളുടെ അവസാനത്തെ ഉറക്കം. 7-ാം നമ്പർ സെറ്റിൻ്റെ വാതിൽ ആഞ്ഞടിച്ചു. മോഷിയർ വാതിൽ തുറക്ക്. അപ്പോഴേക്കും എല്ലാവരും അയാൾക്ക് ചുറ്റും വന്നു നിന്നു. അകത്ത് അനക്കം കേട്ടു. ഷെയ്ൻ അക്ഷമനായി വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. മറ്റു വാതിലുകൾ തുറക്കുന്ന ശബ്ദം പുറത്തുനിന്ന് കേൾക്കായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് മോഷിയർ ഇടനാഴിയിലേക്ക് ഇറങ്ങി. അയാളുടെ കണ്ണുകൾ കലങ്ങി വന്നിരുന്നു. മുഖത്തെ ഉറക്കച്ചടവും ക്ഷീണവും വ്യക്തമായിരുന്നു. നൈറ്റ് ഗൗണാണ് ധരിച്ചിരുന്നത്. ഉറക്കത്തിനിടയിൽ ഉണർത്തിയതിൻ്റെ നീരസം മുഖത്ത് പ്രകടമായിരുന്നു. അയാളുടെ ഉച്ചാശത്തിൽ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം നിറഞ്ഞിരുന്നു. ഷെയ്ൻ പുലർച്ചയ്ക്ക് മുമ്പ് എത്തിക്കഴിഞ്ഞോ? അപ്പോൾ ജോവാൻ അവിടെ? ഞാനിവിടെ തന്നെ ഉണ്ട്. അവൾ മുമ്പോട്ട് നീങ്ങിയെന്ന് പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിന് ഓർവോണിലെത്തി. അത് കഴിഞ്ഞ് ഇവിടെ പലതും ഉണ്ടായി. ഷെയ്നാണെങ്കിൽ ഒരു ഓട്ടവും നീന്തലും ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്തുണ്ടായി കുട്ടികളെ? നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് വട്ടം കൂടി നിൽക്കുന്നു. കാര്യം എന്താണെന്ന് പറയൂ. ഇത് കണ്ട് ഷെയ്ൻ സ്തബ്ധനായി നിൽക്കുകയാണ്. അയാൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് മോഷിയർ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞാനത് രാവിലെ ഉണർന്നു. വല്ലാത്ത തണുപ്പ് തോന്നി. ഇത്തിരി കൂടുതൽ കുടിച്ചു. പിന്നെ ഒന്നും അറിഞ്ഞില്ല. സുഖമായിട്ടിറങ്ങി. സത്യം പറയട്ടെ, നിങ്ങൾ വന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഉറക്കം കളഞ്ഞതിനെ എനിക്ക് നിങ്ങളോട് ദേഷ്യം പോലും തോന്നി. അയാൾ വാച്ചിലേക്ക് നോക്കി. ഓ മൈ ഗോഡ്, 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അറിഞ്ഞതേയില്ല. ഷെയ്ൻ, എന്തുണ്ടായി? എന്തിനാണ് എന്നെ വിളിച്ചത്? ഷെയ്ൻ എല്ലാവരെയും നോക്കി. പിന്നെ സാവധാനം പറഞ്ഞു. അൽവാരിസും ബോസിസും കൂടി കാട്ടിൽ വെച്ച് യുദ്ധം നടത്തി. ബോസിസ് അയാളെ വെടിവെച്ച് കൊന്നു. എവിടെയോ മറഞ്ഞു നിന്നിരുന്ന ഒരു മുഖംമൂടി ബോസിസിനെയും വെടിവെച്ച് കൊന്നു. ഞാൻ അയാളെയും അയാൾ എന്നെയും കണ്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അയാളെ ഞാൻ പിന്തുടർന്നു. ഞാൻ പലതവണ നിറയൊഴിച്ചുവെങ്കിലും അയാൾ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട് കുളത്തിൽ വന്ന് ചാടി. ഷെയ്ൻ പറഞ്ഞു നിർത്തി. എല്ലാവരും നടുങ്ങി. കണ്ണുകൾ തുറിച്ച് ശബ്ദിക്കാനാവാതെ അന്താളിച്ചെന്നു. അയാൾ
പൊളി പറയുകയാണെന്ന് പലർക്കും തോന്നി. മിസ്സിയുടെ ഹൃദയത്തിൽ അഗ്നി ആളുകയാണ്. അൽവാരിസ്, എൻ്റെ അൽവാരിസ്! അവളുടെ അധരങ്ങൾ മന്ത്രിച്ചു. ദീനമായ ഒരു നിലവിളിയോടെ അവൾ പുറകിലേക്ക് മറഞ്ഞു. പോലീസ് സംഘം ദഗ്ധയുദ്ധം നടന്ന സ്ഥലം പരിശോധിച്ചു. ബോസിസും അൽവാരിസും രക്താഭിഷിക്തരായി കിടക്കുന്നു. അവർക്ക് ചുറ്റും ഉറുമ്പുകളുടെ പറ്റങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പോലീസ് പാർട്ടി മൃതദേഹങ്ങൾ വിദഗ്ധമായി പരിശോധിച്ചു. ബേസിസിൻ്റെ ശരീരത്തിലെ 4 വെടിയുണ്ടകളേറ്റിരുന്നു. റിവോൾവറിൻ്റെ വെടിയുണ്ടകളാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. അയാളുടെ റിവോൾവർ സമീപം തന്നെ കിടപ്പുണ്ടായിരുന്നു. അൽവാരിസിന് 3 വെടിയുണ്ടകളേറ്റിരുന്നു. കമ്പിൽ കോർത്തിരുന്ന കടലാസ് പോലീസ് കണ്ടെടുത്തു. അവർ അത് വായിച്ച് എന്തൊക്കെയോ പിറുവിറുത്തു. മുഖംമൂടി ധരിച്ച മനുഷ്യൻ്റെ അവ്യക്തമായ കാൽപ്പാടുകൾ ഓർവോണിൻ്റെ ഗേറ്റ് വരെ കാണാമായിരുന്നു. അയാൾ കാലുറകൾ ധരിച്ചിരുന്നു എന്നത് തീർച്ചയാണ്. മുങ്ങൽ വിദഗ്ധരുടെ ഒരു സംഘം കുളം അതിസൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. കുളത്തിനിടയിൽ ചെളി മാത്രമുണ്ടായിരുന്നു. പാറയിൽ പിടിച്ച ഭിത്തികളിൽ ഓരോ ഇഞ്ചും അവർ പരിശോധിച്ചു. ഭിത്തിയുടെ ഓരോ കല്ലിലും തട്ടിയും മുട്ടിയും നോക്കി. ഒടുവിൽ യാതൊന്നും കണ്ടെത്താൻ കഴിയാതെ നിരാശയോടെ പിൻവാങ്ങി. അൽവാരിസിൻ്റെയും ബേസിസിൻ്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി. അൽവാരിസിൻ്റെ ദേഹത്ത് നിന്നെടുത്ത ഉണ്ടകൾ ബേസിസിൻ്റെ റിവോൾവറിൽ നിന്നുള്ളതായിരുന്നു. ബേസിസിൻ്റെ ശരീരത്തെ തറഞ്ഞിരുന്നവ മറ്റേതോ റിവോൾവറിൽ നിന്നുള്ളവയായിരുന്നു. അവസാനം അവരുടെ മൃതശരീരങ്ങൾ സതാംപ്ടണിൽ സംസ്കരിച്ചു. മിസ്സിക്ക് അപ്പോഴും സ്വബോധം കിട്ടിയിരുന്നില്ല. ബേസിസിൻ്റെയും അൽവാരിസിൻ്റെയും മരണം പത്രങ്ങൾക്ക് ചൂടുള്ള വാർത്തയായിട്ട് തീർന്നു. പ്രഭുവിൻ്റെ വധത്തിലെ തുടർച്ചയാണിതെന്നും ആസൂത്രിത കൊലപാതക ശൃംഖലയുടെ ഭാഗമാണിതെന്നെല്ലാം എല്ലാവർക്കും ബോധ്യമായി. രാജ്യമാകെ വമ്പിച്ച കോളിളക്കമുണ്ടായി. ഭരണമണ്ഡലം പുകഞ്ഞു. അവർ പോലീസിനെ കുറ്റപ്പെടുത്തി. പോലീസാകട്ടെ കൈമലർത്തി. എന്നിട്ടും രഹസ്യാന്വേഷണ വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചു. സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രിസഭ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഒടുവിൽ ഹോം മിനിസ്റ്റർ രാജി സമർപ്പിച്ചു. ഉദ്യോഗം വലിച്ചെറിഞ്ഞിട്ട് മാന്യമായി ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ചീഫ് ചിന്തിച്ചു തുടങ്ങി. ആകെ തകർന്നത് പോലീസിൻ്റെ വിഭിന്ന വകുപ്പുകളാണ്. പരാജയബോധം അവരെ നിർവീര്യമാക്കി കളഞ്ഞിരിക്കുന്നു. എന്തായാലും പത്രങ്ങളും ജനങ്ങളും ഇത്തവണ അൽവാരിസിൻ്റെ കേസ് വിധിയെ നീതീകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഷെയ്നിനെ എല്ലാവരും അഭിനന്ദിച്ചു. യഥാർത്ഥ ഘാതകൻ ഇപ്പോഴും ഓർവോണിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അയാൾ ആരാണെന്ന കാര്യം മാത്രം അജ്ഞാതമായിരുന്നു. പോലീസ് ചീഫ് ഷെയ്നിനെ ആളയച്ച് വിളിപ്പിച്ചു. മിസ്റ്റർ ഷെയ്ൻ, എന്നോട് ക്ഷമിക്കുമല്ലോ. ഞാൻ താങ്കളോട് അപമര്യാദയായി പെരുമാറി. ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ചീഫിൻ്റെ മുഖം വിളറിയും കണ്ണുകളിൽ ചേതനയേറ്റും കാണപ്പെട്ടു. ചുളിവുകൾ വീണ നെറ്റിയിൽ നരബാധിച്ചു തുടങ്ങിയ മുടിയിഴകൾ വീണ് കിടന്നിരുന്നു. താങ്കൾ ഉദ്യോഗം രാജിവെക്കുന്നതിനെ കൊണ്ട് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഷെയ്ൻ ചീഫിനെ സമാധാനിപ്പിച്ചു. അല്പം കൂടി ക്ഷമിക്കൂ. ഘാതകനെക്കുറിച്ച് എനിക്കൊരു ഏകദേശ രൂപമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനൊന്നും പറയുകയില്ല. താമസിക്കാതെ ശരിയാവും. ഞാനെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും താങ്കൾക്ക് ലഭിക്കും. അയാൾ ചീഫിന് നന്ദി പറഞ്ഞിട്ട് ഓർവോണിലേക്ക് മടങ്ങി. പ്ലാറ്റൺ തൻ്റെ സെറ്റിയിലിരുന്ന് കൊലയാളിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. ബേസിസിനെ വധിക്കാൻ അൽവാരിസിനും ഷെയ്നും ആവശ്യമായിരുന്നു. അവർ തമ്മിലുള്ള ആ യുദ്ധത്തിൽ കരുനീക്കിയത് ഷെയ്നല്ലാതെ മറ്റാരുമില്ല. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അയാൾ സതാംപ്ടണിൽ പോയിരുന്നു. രാത്രിയിൽ സ്വപ്നം കണ്ടിട്ടാണ് അവർ അവിടെ നിന്നും തിരികെ പോകുന്നത്. ജോവൻ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. ആ മണ്ടിപ്പെണ്ണ് അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കും. ഇതെല്ലാം ഷെയ്നിൻ്റെ ഒരഭിനയം തന്നെയാണ്. അൽവാരിസും ബേസിസും കൂടി യുദ്ധം നടക്കുന്നതായി സ്വപ്നം കണ്ടാൽ പോലും അതും വെറും ഒരു സ്വപ്നമല്ലേ? അതിനുവേണ്ടി ആ മരണപ്പാച്ചിൽ പാഞ്ഞു വരാൻ ആരാണ് തയ്യാറാവുക? അൽവാരിസാണോ രക്ഷപ്പെടുന്നതെന്നറിയാൻ ആ ഒരു റൗഡിയും മുഖംമൂടിയും ധരിച്ച് ഷെയ്ൻ കാട്ടിൽ ഒളിപ്പിച്ച് നിർത്തിയിരിക്കും. അൽവാരിസ് മരിച്ചപ്പോൾ ഷെയ്നിൻ്റെ കിങ്കരൻ ബോസസിന് വെടിവെച്ച് കൊന്നു. പിന്നെ ഷെയ്നും മുഖംമൂടിയും നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് മുഖംമൂടി കുളത്തിൽ വന്ന് ചാടി. ഷെയ്ൻ ഓക്സിജൻ സിലിണ്ടർ പുറത്ത് സൂക്ഷിച്ചിരുന്നില്ലെന്ന് എങ്ങനെ നിശ്ചയിക്കാം? എല്ലാവരും മന്ദിരത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അയാൾ കരയ്ക്ക് കയറി രക്ഷപ്പെട്ടിരിക്കും. ഷെയ്നിൻ്റെ ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം സ്വത്തിനു വേണ്ടി തന്നെയോ? അയാളിനി ഗ്രേസിയെ വധിക്കും, ബോർമറയും മോഷിറയും വധിക്കും, പിന്നെ സ്വത്ത് സ്വന്തമാക്കും. പക്ഷെ അതിനൊക്കെ മുമ്പ് അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. പ്ലാറ്റൻ തൻ്റെ പതിവ് പല്ലവി ആവർത്തിച്ചു. മിസ്സി ഒരു ദുഃഖാഗ്നിയിൽ എരിയുകയാണ്.
അൽവാരിസുമൊത്ത് കഴിഞ്ഞ മധുരസ്മരണകളെ അയവിറക്കിക്കൊണ്ട് അവൾ ഏകാഗ്നിയായിട്ട് ജീവിക്കുന്നു. അവസാനമായി അയാൾ ചുംബിച്ചത് ഞാൻ മരിച്ചാൽ കരയുമോ എന്ന് ചോദിച്ചത് ഓർക്കുമ്പോൾ അവൾക്ക് ദുഃഖം അടക്കാൻ കഴിയുന്നില്ല. ഒരിറ്റ സ്നേഹത്തിനു വേണ്ടി ഓടി ഓടി തളർന്ന ആ മനുഷ്യൻ അവസാനം അത് കൈയടക്കിയപ്പോൾ അനുഭവിക്കാൻ കഴിയാതെ കടന്നുപോയി. ജീവിച്ചിരുന്നപ്പോൾ അയാളെ ആരെയും മനസ്സിലാക്കിയിരുന്നില്ല. ഷെയ്ൻ പലരെയും പഠിക്കുകയായിരുന്നു. അയാളിപ്പോൾ നായാട്ടിനോ കുതിരസവാരിക്കോ വേണ്ടി കൂടുതൽ സമയം നഷ്ടപ്പെടുത്താറില്ല. ഓർവോണിലെ ഘാതകനെക്കുറിച്ച് ഇനിയും അധിക നാൾ വിലസാൻ അനുവദിക്കരുതെന്ന് ഷെയ്ൻ തീർച്ചപ്പെടുത്തി. കുളത്തിൽ ചാടിയ അജ്ഞാതനെക്കുറിച്ച് ഷെയ്ൻ തലപുകഞ്ഞാലോചിച്ചു. അയാൾ എവിടെ മറിഞ്ഞു? മുങ്ങൽ വിദഗ്ധന്മാർ കുളത്തിൻ്റെ അടിത്തട്ടിലും ഭിത്തിയിലും സൂക്ഷ്മമായി പരിശോധിച്ചതാണ്. എന്നിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ ഓർവോണിലെ കൊലയാളിയെ കണ്ടുപിടിക്കണം. അതിന് ഇനി അധികം നാളുകൾ അവശേഷിച്ചിട്ടില്ല. അധ്യായം 20. സമയം ഉച്ചതിരിഞ്ഞ് 2 മണിയായിട്ടുണ്ടാവും. ഷെയ്നും ജോവോനും കൂടി ഓക്കുവൃക്ഷക്കാടുകളിലേക്ക് പോയി. ഏതാനും ദിവസങ്ങളായി അവർ അവിടെ പോകുവാനും പരിശീലനം നടത്തുവാനും കഴിയാതിരിക്കുകയായിരുന്നു. അന്നവർ സായാഹ്നം കാട്ടിൽ വെച്ച് പരിശീലനവും മറ്റും നടത്തി. അവർ ഇരുളിന് തുടങ്ങിയപ്പോഴാണ് ഓർവോണിലേക്ക് മടങ്ങിയത്. ആ രാത്രിയിൽ ബോർമർക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇത്രയധികം അധപതിച്ചു പോകുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. തൻ്റെ ഭാര്യയായി കഴിഞ്ഞുകൊണ്ട് മറ്റൊരുവനെ സ്നേഹിക്കുകയും അവനോടൊപ്പം സഹശയനം നടത്തുകയും ചെയ്യാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഏകനായ തനിക്കിനി ഒരു താങ്ങിനോ തണലിനോ ആരും ഇല്ലാതായിരിക്കുന്നു. ഓർക്കുമ്പോൾ അയാൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഭീകരവും ഏകാന്തവുമായ രാത്രി. കാറ്റടിച്ച് കയറുന്ന സ്വരം കേൾക്കാനുണ്ട്. അൽവാരിസ് താമസിച്ചിരുന്ന മുറിയിലാണ് മിസ്സി ഉറങ്ങുന്നത്. അയാളുടെ ആത്മാവ് ആ മുറിക്കുള്ളിൽ തങ്ങി നിൽക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. അയാളുമായിട്ട് അവിടെ കഴിഞ്ഞുകൂടിയ ഓരോ നിമിഷവും അവളുടെ സ്മൃതിപഥത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. അയാളുടെ ഗന്ധം അവൾക്കെപ്പോഴും അനുഭവപ്പെടുന്നു. രാത്രികളിൽ അൽവാരിസിൻ്റെ സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നി. ആത്മഹത്യ ചെയ്താലോ എന്ന് പലപ്പോഴും അവൾ ആലോചിക്കാറുണ്ട്. പക്ഷേ അൽവാരിസിൻ്റെ കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ വളരുന്നത് കൊണ്ട് മാത്രം അവൾക്കതിന് കഴിയുന്നില്ല. ഇപ്പോൾ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാനും അതിനെ വളർത്തി അതിലൂടെ അൽവാരിസിനെ ദർശിച്ച് ആത്മസായുജ്യമടയാനും വേണ്ടി മാത്രമാണ് അവൾ ജീവിക്കുന്നത്. ബോർമറെക്കുറിച്ച് അവൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഡൈനിങ് ടേബിളിലെത്തുമ്പോൾ അയാളിൽ നിന്നും വളരെ അകന്നു മാറിയിരിക്കാനും ഒരിക്കലും ആ മുഖത്തേക്ക് നോക്കാതിരിക്കാനും അവളെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഭക്ഷണ സമയത്ത് ബോർമർ മിസ്സിയുടെ മുഖത്തേക്ക് നോക്കാറുണ്ട്. അവളെ വെടിവെച്ച് കൊന്നാലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തൻ്റെ ദുർവിധിയെ അയാൾ സ്വയം ശപിച്ചുകൊണ്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. താൻ തനിക്ക് തന്നെ ഒരു ശാപമായി തീർന്നിരിക്കുന്നുവെന്നായിരുന്നു ബോർമറുടെ ചിന്ത. ആത്മഹത്യ ചെയ്യാൻ ഭീരുത്വം അനുവദിക്കാത്തതുകൊണ്ട് അയാൾ ജീവിക്കുന്നത് മാത്രം. രാത്രി ഏറെയായിരിക്കുന്നു. ഉറക്കം വരാതെ ബോർമർ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഒരു മൊട്ടുസൂചി തലയിൽ വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദതയാണ് കിടക്കമുറിക്കുള്ളിൽ. മുറിയുടെ ചുമരിൽ എന്തോ കിരികിരിക്കുന്ന ശബ്ദം അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി. ഇപ്പോൾ കാൽപ്പെരുമാറ്റം കേൾക്കുന്ന പോലെ തോന്നി. ആരുടെയോ ഉച്ഛ്വാസ ശബ്ദം. ബോർമർ വല്ലാതെ നടുങ്ങി. ഓർവോണിൽ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് ഓർമ്മിച്ച് അയാൾ പിടഞ്ഞെണീറ്റു. ടോർച്ച് തപ്പിയെടുത്ത് വാതിലിനടുത്തേക്ക് ശബ്ദം കേൾപ്പിക്കാതെ നടന്നു. സൂക്ഷ്മതയോടെ വാതിലിൻ്റെ തഴുതെടുത്ത് നേരെ എതിർവശത്തുള്ള ചുമരിൻ്റെ അടുത്തു നിന്നാണ് അപ്പോൾ അപശബ്ദം കേൾക്കുന്നത്. ഓർവോണിലെ ഘാതകൻ തന്നെയും വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. ഇനി താനും ഗ്രേസിയും മോഷിയറും മാത്രമാണ് സ്വത്തിൻ്റെ അവകാശികൾ. അവിടെ നിൽക്കുന്നതിനിടയിൽ ബോർമറുടെ മനസ്സിലൂടെ ചിന്തകൾ പാഞ്ഞുപോയി. ഗ്രേസി പാറ്റേണിൻ്റെ കീഴിൽ സുരക്ഷിതയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ വകവരുത്താമെന്ന്. പിന്നീട് സൗകര്യം കിട്ടുമ്പോൾ ഗ്രേസിയാകാമെന്ന് ഘാതകൻ വിചാരിക്കുന്നുണ്ടാവും. രക്ഷപ്പെട്ടേ മതിയാവും. അയാളെ പുറത്തേക്ക് പോയാലോ എന്നാലോചിച്ച് പെട്ടെന്ന് മുറിക്കുള്ളിൽ ടോർച്ച് തെളിച്ചു. ബോർമർ ഞെട്ടിപ്പോയി. മുറിക്കുള്ളിൽ ഒരാൾ. ഇയാളെങ്ങനെ എപ്പോൾ ഏതു വഴി ഇതിനുള്ളിൽ കടന്നു? പെട്ടെന്ന് ബോർമർ ടോർച്ച് തെളിയിച്ചു. വീണ്ടും കറുത്ത വസ്ത്രം മുഖം മൂടിയും ധരിച്ചൊരു മനുഷ്യൻ. ബോർമർ ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് മുഖം മൂടി അയാളുടെ നേർക്ക് കുതിച്ചു താടി. ഇതിനോടകം ബോർമർ തോക്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ തോക്ക് മുഖം മൂടി അടിച്ചു തെറിപ്പിച്ചു. പരാജയം തന്നെ മരണത്തിലേക്ക് നയിക്കുന്നുവെന്ന ബോധമുണ്ടായതോടെ ബോർമർ പെട്ടെന്നൊരു ധൈര്യം സംഭരിച്ച് മുഖംമൂടിയോട് എതിരിട്ടു.
അവർ തമ്മിൽ ഒരു മൽപ്പിടുത്തം നടന്നു. സംഘട്ടനത്തിനിടയിൽ എതിരാളിയുടെ മാസ്ക് മുഖത്തുനിന്ന് തെന്നിമാറി. പിടി അല്പായഞ്ഞപ്പോൾ ബോർമർ എതിരാളിയുടെ നേർക്ക് ടോർച്ച് തെളിച്ചു. ബോർമർ നടുങ്ങിപ്പോയി. നിങ്ങളോ? ബോർമറിൽ നിന്നും ഒരാർത്തനാദമുണ്ടായി. അയാളുടെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ബോർമറുടെ തോക്ക് തലയിൽ നിന്നും കിടക്കുന്നത് മുഖംമൂടി കണ്ടു. ഒറ്റച്ചാടത്തിൻ്റെ മുഖംമൂടി അത് കരസ്ഥമാക്കി. ബോർമറുടെ നേർക്ക് അത് ചൂണ്ടി. പക്ഷെ വെടിപൊട്ടുന്നതിന് മുമ്പ് ബോർമർ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞിരിക്കുന്നു. ഞൊടിയൊടിയിൽ ഓരോ മുറിയും തുറന്ന് അയാൾ ഇടനാഴിയിലൂടെ ഇറങ്ങി ഓടി. ഇടനാഴിയുടെ 2ാം നില ലക്ഷ്യമാക്കി പാഞ്ഞു. മുഖംമൂടി തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ബോർമർ ഇടയ്ക്കിടെ ടോർച്ച് തെളിച്ചുകൊണ്ട് ഇരുണ്ട കോറിഡോറിലൂടെ പാഞ്ഞു. ഞാൻ പറയും, എടാ ഭയങ്കര, ഞാൻ പ്ലാറ്റണിനോട് പറയും, ബോർമർ ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മുഖംമൂടി തൻ്റെ പിന്നാലെയുണ്ടെന്ന് അയാൾ അറിഞ്ഞു. ഓർവോണിൽ എല്ലാവരും ഉറക്കായിരുന്നു. കോണിപ്പടികൾ ഓടിക്കയറുന്നതിനിടയിലും ബോർമർ അത്യുച്ചത്തിൽ പ്ലാറ്റണിനെ വിളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും വെടിയുണ്ട പൊട്ടി. തൻ്റെ ശരീരത്തിലൂടെ ഒരു തീയുണ്ട തുളച്ചു കടന്ന് നെഞ്ചിനുള്ളിൽ ചുഴറ്റുന്നതായിട്ട് ബോർമർക്ക് തോന്നി. പ്ലാറ്റേൺ, പ്ലാറ്റേൺ, അയാൾ ഉച്ചത്തിൽ അലറി വിളിച്ചു. വീഴാതിരിക്കാൻ ബോർമർ കോണിപ്പടിയുടെ അഴികളിൽ ബലമായി പിടിച്ചു. അപ്പോഴേക്കും ഘാതകൻ അയാളുടെ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. അയാൾ 4 പ്രാവശ്യം കൂടി ബോർമറുടെ നേർക്ക് നിറയൊഴിച്ചു. അഴികളിൽ നിന്നും പിടിവിട്ട് ബോർമർ കോണിപ്പടിയിലൂടെ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണു. എന്നിട്ടൊന്ന് പിടഞ്ഞു. വളഞ്ഞ് പിരിഞ്ഞ് അവസാനമായി ഒന്ന് ഞരങ്ങി. പിന്നെ നിശ്ചലനായി. ആ ഭീകരനായ കൊലയാളിക്ക് വിശ്വാസം വരാത്തതുപോലെ ബോർമറുടെ ചെന്നിക്ക് താഴെ ഒരു പ്രാവശ്യം കൂടി നിറയൊഴിച്ചു. റാസ്കൽ, നീ ഓടുമല്ലേ? എങ്കിൽ ഓട്ടം പഠിപ്പിച്ചേക്കാം. മുഖം മൂടി പല്ല് കടിച്ചുകൊണ്ട് മുരണ്ടു. എന്നിട്ട് ബോർമറുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അയാൾ കൈകാലുകളിൽ ഗ്ലൗസുകൾ ധരിച്ചിരുന്നു. അലർച്ച കേട്ട് എല്ലാവരും ഉണർന്നെണീറ്റിരുന്നു. തുടരെ വെടിമുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ അവർ ആയുധങ്ങളുമായിട്ട് ഓടിയെത്തി. ആദ്യം എത്തിയത് പ്ലാറ്റേണായിരുന്നു. അയാളെ കണ്ട് ഘാതകൻ കോണിപ്പടികൾക്ക് പിന്നിൽ മറഞ്ഞു. ബോർമറുടെ മൃതശരീരം കണ്ട് സ്തംഭിച്ച പ്ലാറ്റേണിൻ്റെ നേരെ ഘാതകൻ റിവോൾവർ ചൂണ്ടി. അപകടം മണത്തെറിഞ്ഞ പ്ലാറ്റേൺ പെട്ടെന്ന് ദർബാർ ഹാളിനിടയിലൂടെ ഇടനാഴിയിലേക്ക് മാറി. മോഷിയറും ഷെയ്നും ജോവനും കൂടി മരിച്ചു ബോർമറുടെ അടുത്തേക്ക് ഓടി വന്നു. മുഖംമൂടിയുടെ തോക്കിൽ നിന്നും വെടിപൊട്ടി. അതേ സെക്കൻഡിൽ ഷെയ്ൻ ജോവനെയും കൊണ്ട് നിലത്ത് വീണ് ഉരുണ്ടുമാറി. അവർ ഇരുവശത്തുമുള്ള ഇടനാഴിയിലേക്ക് പെട്ടെന്ന് പിൻവലിഞ്ഞു. മോഷിയർ 3-ാം നമ്പറിൻ്റെയും 4-ാം നമ്പറിൻ്റെയും ഇടയിലുള്ള ഇടനാഴിയിലേക്ക് ഓടി. അപ്പോൾ കുരിശാകൃതിയിലുള്ള ഇടനാഴിയുടെ 4 അഗ്രങ്ങളിലും ഘാതകനെ നേരിടാൻ ആളുണ്ട്. ഒരിടനാഴിയിൽ ജോവൻ, എതിർവശത്ത് ഷെയ്ൻ, മറ്റൊരിടനാഴിയിൽ ഒരു വശത്ത് മോഷിയർ, എതിർഭാഗത്ത് പ്ലാറ്റേൺ. മോഷിയർ ഒഴികെ 3 പേരുടെയും കയ്യിലും റിവോൾവർ ഉണ്ടായിരുന്നു. കോണിപ്പടിയുടെ മുകളിൽ ഗ്രേസിയും മിസ്സിയും നിൽക്കുന്നു. ഒത്ത നടുക്ക് കോണിപ്പടിയുടെ നിഴലിൽ ഘാതകൻ മറഞ്ഞു നിൽക്കുകയാണ്. അയാൾക്കൊരു ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടാനാവാത്ത വിധം അവർ ഒരു പത്മവ്യൂഹം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 ഭാഗത്തു നിന്നും ഘാതകൻ്റെ നേർക്ക് ടോർച്ചിൻ്റെ പ്രകാശം പതിച്ചു. ആ വെളിച്ചത്തിൽ ഘാതകനെ അവർ കണ്ടെങ്കിലും നേരിട്ടടുക്കുവാൻ കഴിയുമായിരുന്നില്ല. ആ മുഖംമൂടിയുടെ 2 കരങ്ങളിലും റിവോൾവറുകളുണ്ട്. മറ്റു 4 പേരും ഘാതകനെ പിടികൂടാൻ വേണ്ടി ഇടനാഴിയിലൂടെ തറയിലൂടെ കമഴ്ന്നു കിടന്ന് മുന്നോട്ട് നീങ്ങി നിരകി. കൊലയാളിക്ക് ഇനി രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് അവർ നിശ്ചയിച്ചിരുന്നു. താൻ അകപ്പെട്ടുവെന്ന് മുഖംമൂടിക്ക് തീർച്ചയായി. 4 ഭാഗത്തു നിന്നും തൻ്റെ എതിരാളികൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അത് രണ്ടും കൽപ്പിച്ച് ഒരിടനാഴിയിലേക്ക് പാഞ്ഞു കയറി. അനങ്ങരുത്, ഷെയ്ൻ ഗർജിച്ചു. ഓടരുത്, ഓടിയാൽ നീ രക്ഷപ്പെടില്ല. എല്ലാവരുടെയും ഹൃദയം ശക്തിയായി തുടിക്കുന്നുണ്ടായിരുന്നു. ഇടനാഴിയുടെ ഇരുട്ടിലൂടെ പാഞ്ഞു ചെന്ന കൊലയാളി ചെന്നെത്തിയത് മോഷിയറുടെ മുന്നിലാണ്. അനങ്ങരുത്, നിന്റെ തലച്ചോറ് ഇവിടെ ചിതറും. റിവോൾവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മോഷിയർ ഗർജിച്ചു. ഒരു നിമിഷം ഘാതകൻ്റെ കനത്ത കരം മോഷിയറുടെ പിൻകഴുത്തിൽ പതിച്ചു. അയാളുടെ പിസ്റ്റൾ തെറിച്ചു വീണു. അയാൾ ഒരു ആർത്തനാദത്തോടെ നിലംപരിച്ചു. പ്ലാറ്റേൺ, ഓടി വരൂ, അവൻ ഇവിടെ തന്നെയുണ്ട്. മറ്റുള്ളവരെല്ലാം അങ്ങോട്ട് ഓടിയെടുത്തു. പക്ഷെ അപ്പോഴേക്കും മുഖംമൂടി 3-ാം നമ്പർ സെറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അയാൾ തുറന്നു കിടന്നിരുന്ന വാതിൽ കടന്ന് അകത്ത് കയറി. എന്നിട്ട് അകത്തു നിന്നും വാതിലടച്ച് തഴുതിട്ടിട്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആളുകൾ വാതിലിന് നേരെ ഓടിയെടുക്കുന്നതും ആക്രോശിക്കുന്നതും അയാൾക്ക് കേൾക്കാമായിരുന്നു. മറ്റുള്ളവരെയെല്ലാം ആ മുറിയുടെ വാതിലിന് മുന്നിൽ ഓടിയെത്തിയിരുന്നു. മറിഞ്ഞു വീണ മോഷിയറും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി വാതിൽ ചവിട്ടി പൊളിച്ചു. എന്നിട്ട് മുറിക്കുള്ളിൽ ഇരച്ചു കയറി. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ആ മുറി ശൂന്യമായിരിക്കുന്നത് അവർ കണ്ടു.
അതുപോലെ വായനാമുറിയുടെയും ഡ്രോയിങ് റൂമിൻ്റെയും വാതിലുകളും ചവിട്ടിത്തകർക്കേണ്ടി വന്നു. കിടക്കമുറിയുടെ വാതിലിന് മുന്നിൽ അവരെല്ലാം ഒരു നിമിഷം നിന്നു. ഘാതകൻ്റെ ഒരു പ്രത്യാക്രമണം എന്ന രീതിയിലായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്ന ചിന്താക്കുഴപ്പം അവരിൽ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. ഷെയ്നും പ്ലാറ്റേണും മുഖത്തോട് മുഖം നോക്കി. എല്ലാവരും തയ്യാറായി നിൽക്കണം. അവരവരുടെ ജീവൻ രക്ഷിക്കാനുള്ള കടമ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആരും ആരെയും കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട. അത്രയും പറഞ്ഞിട്ട് ഷെയ്ൻ അല്പം പിന്നിലേക്ക് മാറി നിന്ന് പിന്നെ സർവ്വശക്തിയും എടുത്ത് വാതിൽ ആഞ്ഞു ചവിട്ടി. വാതിൽ പാളികൾ തെറിച്ചകന്നു. 4-5 ടോർച്ചുകളുടെ പ്രകാശം മുറിക്കുള്ളിലേക്ക് കുതിച്ചു പാഞ്ഞു. അധ്യായം 21. ഷെയ്നും സംഘവും ആ മുറിയിലേക്ക് നോക്കി അവിശ്വസനീയതയോടെ മിഴിച്ചു നിന്നു. അവരുടെയെല്ലാം കണ്ണുകളിൽ ചോദ്യങ്ങൾ മിന്നി പറഞ്ഞു. ഭീകരനായ കൊലയാളി എവിടെ? അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചുവോ? അതിന് അവർക്കൊരു ഉത്തരം ലഭിച്ചില്ല. ഇതിനിടയിൽ ഡോക്ടറും വന്നുയർന്നു. അയാളുടെ കയ്യിലും പിസ്റ്റളുണ്ടായിരുന്നു. ഉത്കടമായ ഭീതിയും ഉത്കണ്ഠയും അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഉണർന്നതേ ഉള്ളോ? ഷെയ്ൻ ചോദിച്ചു. നേരത്തെ ഉണർന്നു. പുറത്തിറങ്ങാൻ ഭയം തോന്നി. എനിക്കെൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. വെടിവെച്ചുകൾ കേട്ടപ്പോൾ സിറ്റിയിൽ അടഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എല്ലാം നിലച്ചുവെന്ന് ബോധ്യപ്പോഴാണ് പുറത്തിറങ്ങാനുള്ള ധൈര്യം ഉണ്ടായിരുന്നത്. വിറയാറുന്ന സ്വരത്തിൽ ഡോക്ടർ തുറന്നു. ബോർമർ മരിച്ചു കിടക്കുന്നത് കണ്ടു. ആരാണ് അയാളെ വെടിവെച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ ചോദ്യം രസിക്കാത്ത മട്ടിൽ ഷെയ്ൻ അയാളെ തറച്ചു നോക്കി. പിറ്റേന്ന് പോലീസ് ഓർവോണിലെത്തി. FIRന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. 5 ബുള്ളറ്റുകൾ ആ മൃതശരീരത്തിൽ നിന്നും കണ്ടെടുത്തു. അയാളുടെ ശവസംസ്കാരം ഓർവോണിൽ തന്നെ നടത്തി. ബോർമർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താൻ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ബോർമറുടെ കൊലപാതകം പോലീസ് രഹസ്യമായിട്ട് സൂക്ഷിച്ചു. വാർത്ത പുറത്തു വിട്ടതേയില്ല. ഓർവോണിലെ അന്തേവാസികൾ പോലീസുമല്ലാത്ത പുറത്താരും ഈ വാർത്ത അറിയരുതെന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ കർശനമായി താക്കീത് ചെയ്തു. ആ വാർത്ത കൂടി ചോർന്നുപോയ ഡിപ്പാർട്ട്മെൻറ്റിന് നിലനിൽപ്പിൽ തന്നെ അത് ഹാനികരമാവുമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ പ്രഭുവിൻ്റെ സ്വത്തിൻ്റെ അനന്തരാവകാശികളിൽ അവസാനത്തെ 2 പേരിൽ ഒരാളായിരുന്ന ബോർമറും വധിക്കപ്പെട്ടു. ഘാതകൻ വലയ്ക്കുള്ളിൽ അകപ്പെട്ടിട്ടും കൊടുക്കാൻ കഴിഞ്ഞില്ല. അയാൾ കടന്നു കയറിയ മുറിയിൽ അരിച്ചു പെറുക്കിയിട്ടും ഒരു നേരിയ തെളിവ് പോലും കിട്ടാതെ പോയതാണ് ആശ്ചര്യം. ഒന്നുകിൽ അയാൾ വായുവിൽ അലിഞ്ഞു പോയിരിക്കാം, അല്ലെങ്കിൽ ഐന്ദ്രജാലികമായ എന്തെങ്കിലും ഒരു കഴിവ് അയാൾക്കുണ്ടായിരിക്കാം. മിസ്സിയെ സതാംപ്ടണിലും അവളുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് ഷെയ്ൻ തന്നെ മാറ്റി താമസിപ്പിച്ചു. ഇപ്പോഴും അവൾ തൻ്റെ പഴയ ഓർമ്മകളുമായി ഒരു സ്വപ്നജീവിയെപ്പോലെ കഴിഞ്ഞുകൂടുന്നു. ഷെയ്ൻ ചീഫുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചകൾ നടത്തുകയാണ്. പിന്നീടുള്ള എല്ലാ രാത്രികളിലും അയാൾ തൻ്റെ ട്രാൻസ്മിറ്റർ പ്രവർത്തിപ്പിക്കാൻ ജാഗരൂകനായി. എങ്കിലും ആരെങ്കിലുമൊക്കെ സംശയത്തക്ക രീതിയിൽ ഉള്ളതായിട്ട് പിടിച്ചെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മോഷീർ ഇപ്പോൾ സംശയിക്കുന്നത് ഷെയ്നെയാണ്. ഡോക്ടർ ആവട്ടെ പ്ലാറ്റേണിനെയും. ഷെയ്ന് ഘാതകനെക്കുറിച്ച് വ്യക്തമായ ഒരു നിഗമനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മെർലിൻ്റെ വധം നടന്നപ്പോൾ മോഷീർ സതാംപ്ടണിലായിരുന്നു. ബോർമറെ വധിച്ചപ്പോൾ മോഷീർ രംഗത്തുണ്ടായിരുന്നു. ബേസിസ് കൊല്ലപ്പെട്ടപ്പോൾ ഡോക്ടർ ഓർവോണിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു. ഘാതകനെ പിടികൂടാനുള്ള ശ്രമത്തിൽ മോഷീർ ഘാതകൻ്റെ ഒരു പ്രഹരവും ഏറ്റതാണ്. അപ്പോൾ പിന്നെ ആരായിരിക്കണം? പ്ലാറ്റേണിന് തൻ്റെ വിശ്വാസം തിരുത്തേണ്ടി വന്നു. ഷെയ്ൻ ആരാണ്? അയാൾ ആലോചിച്ചു. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിക്കൂടുന്നുണ്ട്. ഒരു ബോധോദയം പോലെയാണ് ആ ചിന്ത അയാളിൽ ഉദിച്ചത്. ഷെയ്ൻ ഒരു നിസാരക്കാരനായിരുന്നെങ്കിൽ ഇത്രയും സ്വതന്ത്രമായി ഓർവോണിൽ വിഹരിക്കാൻ ചീഫ് അയാളെ അനുവദിക്കുമായിരുന്നില്ല. അക്കാര്യം താൻ നേരത്തെ ഓർമ്മിക്കേണ്ടതായിരുന്നു. ഷെയ്നെ സംശയിച്ചത് തെറ്റായിപ്പോയി. ഘാതകൻ മറ്റാരാണ്? ആവശ്യമില്ലാത്തവരെ സംശയിച്ച് തൻ്റെ വിലയേറിയ സമയം താൻ നഷ്ടപ്പെടുത്തുകയാണ്. യാർഡിൻ്റെ അഭിമാനമായ ഈ ആൽഫ്രഡ് പ്ലാറ്റേൺ ഈ ഒരു കേസിൽ മാത്രം വിഡ്ഢിയാക്കപ്പെടുന്നു. കുറ്റബോധം അയാളുടെ മനസ്സിനെ ഞെരുക്കി. ഇല്ല, പ്ലാറ്റേണ് ഒരിക്കലും പരാജയപ്പെടുകയില്ല. കൊലയാളിയെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പ്ലാറ്റേൺ എന്താണ് ഇത്ര ഗാഢമായി ആലോചിക്കുന്നത്? കിടക്കയിൽ ഉറങ്ങാതെ ചാരിയിരുന്ന് സിഗരറ്റ് പുകയ്ക്കുന്ന പ്ലാറ്റേണിനോട് ഗ്രേസി ചോദിച്ചു. ഒന്നുമില്ല ഗ്രേസി, എന്നെ ഒളിക്കുകയാണോ? എൻ്റെ ഗ്രേസിയെ ഒളിക്കാൻ എനിക്കെന്തിരിക്കുന്നു? അതുകൊണ്ട് അങ്ങയുടെ സ്നേഹം നഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കലുമില്ല ഗ്രേസി. ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ എനിക്കാവില്ലല്ലോ. പ്ലാറ്റേണിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അവൾ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അയാൾ അവളെ ചേർത്ത് പിടിച്ച് സിരസിൽ തഴുകി.
എന്തുകൊണ്ടോ താങ്കളെ എനിക്ക് നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നു. അയാളുടെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് തേങ്ങിക്കരയുന്നതിനിടയിൽ അവൾ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ പ്ലാറ്റേണിനെ ആ മുഖംമൂടി എൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പ്ലാറ്റേൺ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. ഗ്രേസി സമാധാനമായിരിക്കും. നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ. എനിക്ക് നന്നായി അറിയാം. ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആദ്യത്തെ ജോലി ഗ്രേസിയുടെ കഴുത്തിൽ ഒരു വാരണമാല്യം അണിയിക്കുക എന്നത് തന്നെയായിരിക്കും. ഇന്ന് മാത്രം അങ്ങയുടെ കൂടെ ഈ കിടക്കയിൽ ഒരു ഭാര്യയായിട്ട് കഴിയും. ഇതെൻ്റെ അപേക്ഷയാണ്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ. അയാൾ അതിന് മറുപടി പറയാതെ അവളുടെ പൂങ്കവിളിൽ ചുംബന വർഷങ്ങൾ ചെരിഞ്ഞു. പ്ലാറ്റേൺ, ദയവായ ഒരു കാര്യം കൂടി. രാത്രിയിൽ ഞാൻ അറിയാതെ അങ്ങ് പുറത്തു പോരുത്. ഇല്ല ഗ്രേസി, നീ അറിയാതെ, നിന്നോട് പറയാതെ ഞാൻ പുറത്തിറങ്ങില്ല. നീ ധൈര്യമായി കിടക്കൂ. അയാൾ അവളെ തൻ്റെ കിടക്കയിലേക്ക് കിടത്തി. അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അയാളുടെ മാറിൽ പറ്റിക്കൂടി. പ്ലാറ്റേൺ മെഴുകുതിരി അണച്ചു. പ്ലാറ്റേൺ വാച്ചിൽ നോക്കി. സമയം 12:30. അയാൾ ഗ്രേസിയെ നോക്കി. അനുഭൂതികളുടെ മായാലോകത്തിൽ അവൾ മയങ്ങുകയാണ്. ചുണ്ടിൽ നേർത്ത മന്ദഹാസം. അയാൾ അവളുടെ വസ്ത്രങ്ങൾ ശരിക്കും വലിച്ചിട്ടു. പിന്നെ പുതപ്പിച്ച് അടുത്ത് കിടത്തി. എൻ്റെ പെൺകുട്ടി, ഞാൻ ഒരിക്കൽ കൂടി വാക്ക് തെറ്റിക്കുന്നു. എനിക്ക് പുറത്തു പോയേ പറ്റൂ. അയാൾ മുഖം കുനിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അനന്തരം തൻ്റെ ബ്രീഫ് കേസിൽ നിന്നും ചില സാധനങ്ങൾ എടുത്തു കൊണ്ടുവരികയും സെറ്റിന് പുറത്തിറങ്ങി പുറത്തു നിന്നും സാവധാനം വാതിൽ ബന്ധിച്ചു. അയാൾ നേരെ കുളക്കരയിലേക്ക് നടന്നു. ഹേമന്തത്തിലെ ഭയാനകവും നിശബ്ദവും അന്ധകാര നിബന്ധവുമായ രാത്രി. ഓക്കുവൃക്ഷക്കാടുകൾക്ക് മുകളിലെ മഞ്ഞു പുതഞ്ഞു കിടക്കുന്നു. നീലാകാശത്തിൻ്റെ കണ്ണ് ചിമ്മുന്ന നക്ഷത്രങ്ങൾ. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പ്ലാറ്റേൺ തൻ്റെ വസ്ത്രങ്ങൾ മാറിയിട്ടിട്ട് നീന്തൽ വസ്ത്രങ്ങൾ അണിഞ്ഞു. വാട്ടർ ലൈറ്റ്, ഹെഡ്ലൈറ്റ് സിരസിലുറപ്പിച്ച് മാസ്കും ഓക്സിജൻ സിലിണ്ടറും ധരിച്ച് അരയിൽ ഘടിപ്പിച്ചിരുന്ന പ്ലാസ്റ്റിക് സഞ്ചിയിൽ ചില പ്രത്യേക ഉപകരണങ്ങളുണ്ടായിരുന്നു. പ്ലാറ്റേൺ ചുറ്റും നോക്കി. ആരുമില്ല. ഹോർമോൺ മന്ദിരം നക്ഷത്ര വെളിച്ചത്തിൽ ഒരു പ്രേതാലയം പോലെ മങ്ങിക്കാണപ്പെട്ടു. ആ മരണമന്ദിരത്തിലെ ഭീകരൻ തൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെന്ന് അയാൾ അറിഞ്ഞില്ല. പ്ലാറ്റേൺ കുളത്തിലേക്ക് കുതിച്ചു. അയാൾ വെള്ളത്തിനിടയിലേക്ക് താണു പോയി. ഏകദേശം 25 അടിയോളം ആഴത്തിലെത്തി. അവസാനം വെള്ളത്തിനടിയിലെ ചെളിയിൽ കാലുറപ്പിച്ചു നിന്നു. കുളത്തിനടിയിലെത്തുമ്പോഴേക്കും അതിൻ്റെ വീതി കുറഞ്ഞു കാണപ്പെട്ടു. മുകളിൽ 200 ചുറ്റളവിലുള്ള കുളം താഴെത്തുമ്പോൾ കേവലം 50 അടി മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ഭിത്തിയിലെ പായൽ പിടിച്ചിരിക്കുന്നു. 2 അടി ചതുരാകൃതിയിൽ കല്ലുകൾ കെട്ടിയാണ് കുളത്തിൻ്റെ ഭിത്തി കെട്ടിയിരിക്കുന്നത്. പ്ലാറ്റേൺ പ്ലാസ്റ്റിക് ബാഗ് തുറന്ന് ശക്തിയേറിയ മാഗ്നറ്റും ചുവന്ന ബൾബും ഘടിപ്പിച്ച ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണവും അതിൽ നിന്നെടുത്തു. പ്ലാറ്റേൺ ആ ഉപകരണം ഭിത്തികളിൽ ഉരസിക്കൊണ്ട് അടിത്തട്ടിലൂടെ നടന്നു. ചെളി ഇളകുന്നത് കൊണ്ട് വെള്ളം കലങ്ങി തുടങ്ങി. വലിയ പായൽക്കൂട്ടങ്ങൾ വെള്ളത്തിലുണ്ടായിരുന്നു. ഭിത്തിയുടെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഉപകരണത്തിൻ്റെ ബൾബ് മിന്നി. ആ ഭാഗത്ത് അയാൾ ഉപകരണം ചേർത്ത് വെച്ചു. ബൾബ് പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ പ്ലാറ്റേണിൻ്റെ മുഖം പ്രകാശമയമായി. പ്ലാറ്റേൺ മറ്റു ചില ഉപകരണങ്ങൾ എടുത്ത് 2 അടി സമചതുരാകൃതിയിലുള്ള ആ കല്ലിൻ്റെ അരികിലെ വിടവിൽ കൊളുത്തി വലിച്ചു. പലയിടത്തും അത് ആവർത്തിച്ചപ്പോൾ അത് ഇളകി മാറി. കല്ലിന് മറുവശം ഉരുക്ക് തവിട് ഉപയോഗിച്ച് ഒരു വിജാഗിരിയും മേൽ കല്ലിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ജലം നിറഞ്ഞ ആ തുരങ്കം ഒരു വാതിലിനപ്പുറം കാണപ്പെട്ടു. അയാൾ ബന്ധപ്പെട്ട് ഇടുങ്ങിയ തുരങ്കത്തിനകത്തേക്ക് കടന്നു. ചുറ്റും കരിങ്കല്ലുകൾ പാകിയുറപ്പിച്ച തുരങ്കം ഭൂനിരപ്പിൽ നിന്നും 25 അടിയോളം താഴെയാണെന്ന് പ്ലാറ്റേൺ കണക്കുകൂട്ടി. കീറിയ കല്ലുകൾ പാകിയിരിക്കുന്നത് തുരങ്കത്തിലൂടെ അയാൾ നടന്നു നീങ്ങി. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ പിച്ചളത്തായിട്ട് പൂട്ടിയ ഒരു ചെമ്പുവാതിൽ കാണപ്പെട്ടു. തൻ്റെ കയ്യിലിരിക്കുന്ന ഉപകരണം കൊണ്ട് അയാളത് തുറന്നു. ഇനി വിസ്താരമേറിയ ഒരു തുരങ്കമാണ്. അതിലും വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതിലൂടെ മുൻപോട്ട് നടന്നപ്പോൾ മുകളിലേക്കുള്ള കൽപ്പടവുകൾ കണ്ടു. പായൽ പിടിച്ച് വഴുതിക്കിടക്കുന്ന കൽപ്പടവിലൂടെ പ്ലാറ്റേൺ മുകളിലേക്ക് കയറി. ശക്തിയേറിയ പ്രകാശം ചെരിയുന്ന ഹെഡ്ലൈറ്റ് വലിയൊരു സഹായമായിരുന്നു. ഏകദേശം 30ഓളം കൽപ്പടവുകൾ കയറിയപ്പോൾ മുമ്പിലൊരു പിച്ചളവാതിൽ. ജലനിരപ്പിലെത്താറായിട്ടുണ്ടാവുമെന്ന് താനിപ്പോൾ അയാൾ അതിൻ്റെ താഴ് തുറന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. അതകത്തു നിന്നും ബലമായി ബന്ധിച്ചിരിക്കുകയാണെന്ന് പ്ലാറ്റേൺ അനുമാനിച്ചു. സിലിണ്ടറിൽ ഓക്സിജൻ 2-3 മണിക്കൂർ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ.
അയാൾക്ക് വല്ലാത്ത നിരാശ തോന്നി. പിന്തുടരുക തന്നെ. ഇത്രയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ മഹത് കാര്യമാണെന്ന് അയാൾക്ക് തോന്നി. മറ്റൊരു ദിവസം കൂടുതൽ സന്നാഹങ്ങളോടെ വരണം. അന്ന് കുളത്തിൽ ചാടിയ മുഖംമൂടി ഈ വഴിക്കാണ് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. മന്ദിരത്തിനടിയിൽ രഹസ്യ സങ്കേതം കണ്ടുപിടിക്കണം. ആ തീരുമാനത്തിലൂടെ അയാൾ തിരികെ കൽപ്പടവുകൾ ഇറങ്ങി. അയാൾ പഴയ ചെമ്പുവാതിലിനടുത്തെത്തി. പ്ലാറ്റൻ നടുങ്ങി. താൻ തുറന്നിട്ടിട്ട് പോയ വാതിൽ അടഞ്ഞു കിടക്കുന്നു. ഇത്രയധികം കനവും ഭാരമുള്ള വാതിൽ തനിയെ അടയുകയില്ല. അയാൾ വാതിൽമേൽ ആഞ്ഞു ചവിട്ടി ചുമരിൽ ചേർത്തിടിച്ചു. പക്ഷെ വാതിലിന് യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും കൽപ്പടവുകൾ ചവിട്ടിക്കയറി മുകളിലെത്തി ഒരു തവണ കൂടി പരാജയപ്പെട്ട് ഉപേക്ഷിച്ചു വന്നു. വാതിലൊന്ന് തുറക്കാൻ കൂടി ശ്രമിച്ചു. പക്ഷേ ആ ശ്രമവും വിഫലമായി. ശരീരം മരവിച്ചു തുടങ്ങി. വെള്ളത്തിനുള്ളിൽ കഴിച്ചുകൂട്ടാൻ ആരംഭിച്ചിട്ട് മണിക്കൂർ 2 കഴിഞ്ഞിരിക്കുന്നു. താനൊരു കെണിയിൽ അകപ്പെട്ടെന്ന് ബോധ്യമായപ്പോൾ അയാളുടെ മനസ്സും ശരീരവും തളർന്നു. കഷ്ടിച്ച് 1 മണിക്കൂറിനകം പുറത്തു കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും താൻ വെളിച്ചം കാണുകയില്ലെന്ന ഓർമ്മ പ്ലാറ്റേണിനെ കർമ്മനിരതനാക്കി. മാഗ്നറ്റ് ഘടിപ്പിച്ച ഉപകരണങ്ങളുമായി അയാൾ തുരങ്കത്തിൻ്റെ ചുമരുകളിലേക്കും മേൽത്തട്ടിലും ഉരസി നടന്നു. മറ്റേതെങ്കിലും ഒരു വഴി കണ്ടെത്താനാവുമോ? പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.